Good afternoon, all of you. Today we are going to discuss structure of contractile proteins. So we already know that there are two types of proteins which are present in each muscle fiber, that is actin and myosin. Actin filaments are thin filaments, whereas myosin filaments are thick filaments. Each actin filament, it is made up of two F-actins which are helically wound each other. So, ഈ പിക്ചറിൽ നോക്കിയറിയാം ഈ റൗണ്ടിൽ കാണുന്ന മുത്ത് പോലെ പേള് പോലെ കാണുന്ന രണ്ട് സെറ്റ് ഓഫ് ഫിലമെന്റ്സ് ഉണ്ട്. ഇതിനാണ് പറയുന്നത് ആക്റ്റിൻ ഫിലമെന്റ്സ്. അപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ആക്റ്റിൻ ഫിലമെന്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 F-actins. അപ്പോൾ ഈ ഗ്രീൻ കളറായിട്ട് കാണുന്നതാണ് F-actins. സോ ദേ ആർ ഇൻ 2 നമ്പർ. അപ്പോൾ ഓരോ ആക്റ്റിൻ ഫിലമെന്റ് അകത്ത് 2 F-actins വരുന്നുണ്ട്. F സ്റ്റാൻഡ്സ് ഫോർ ഫിലമെന്റസ് ആൻഡ് ദേ ആർ ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ. ഹെലിക്കലി ആണത് വൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈച്ച് F-actin, ഇനി ഓരോ ആക്റ്റിനിലും 2 F-actins വരുന്നുണ്ട്. ഇനി each F-actin എന്ന് പറയുന്നതോ it is polymer of monomeric G-actins. അപ്പോൾ ഈ G-actin എന്ന് പറയുന്ന മോണോമർ ഒന്നിൽ കൂടുതൽ ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഓരോ F-actin ഫോം ചെയ്യുന്നത്. സോ F-actin എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് മോണോമറിക് G-actin molecules. മോണോമറിക് ആയിട്ടുള്ള G-actin മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് പോളിമർ ഫോം ചെയ്തതാണ് എന്ത്? F-actins. Then 2 filaments of another proteins. There are 2 filaments of another protein, that is tropomyosin, also run close to F-actins throughout the length. അപ്പോൾ ഈ F-actinന്റെ ഒപ്പം തന്നെ 2 filaments of another proteins are also present. ഏതൊക്കെയാണ്? ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ. ഇവിടെ ഞാൻ ട്രോപ്പോമയോസിൻ മാത്രം എഴുതിയിട്ടുള്ള, പക്ഷെ 2 ട്രോപ്പോണിനും വരുന്നുണ്ട്. ഈ സ്മോൾ കളറിൽ കാണുന്നതാണ് 3 എണ്ണമായിട്ട് കാണുന്നതാണ് ട്രോപ്പോണിൻ. ഈ കയർ പോലെ കാണുന്നതാണ് എന്ത്? ട്രോപ്പോമയോസിൻ. സോ ദിസ് വൺ ഈസ് ട്രോപ്പോമയോസിൻ ആൻഡ് ദി സ്മോൾ സ്ട്രക്ചർ ദാറ്റ് appear like a beads are called small beads are called troponin. The troponin and tropomyosin are the 2 filaments of another protein that runs close to F-actin throughout the length. A complex protein, troponin, it is distributed at regular intervals on the tropomyosin. അപ്പോൾ ആക്ച്വലി ട്രോപ്പോണിൻ where it is situated? It is situated on the top of tropomyosin. The tropomyosinന്റെ മുകളിലായിട്ടാണ് ട്രോപ്പോണിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ അറേഞ്ച്മെന്റ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അതായത് ഓരോ ട്രോപ്പോമയോസിന്റെ മുകളിലാണ് ട്രോപ്പോണിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ദേ ആർ അറേഞ്ച്ഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. In the resting state, ഇപ്പോൾ ഒരു മസിലിന്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ a subunit of troponin mask the active binding sites for myosin on the actin filaments. Okay. അപ്പോൾ ഇത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാകുമ്പോൾ ഒരു ട്രോപ്പോണിന്റെ 1 സബ് യൂണിറ്റ്, അതായത് 3 സബ് യൂണിറ്റ്സ് ഉള്ളതാണ് ഒരു ട്രോപ്പോണിൻ. അപ്പോൾ ട്രോപ്പോണിന്റെ 1 സബ് യൂണിറ്റ് ഇറ്റ് മാസ്ക് the active binding sites for myosin. അപ്പോൾ അത് എവിടെയാണ് ചേർന്നിരിക്കുന്നത്? 1 subunit of troponin, it masks the active binding sites for myosin on the actin filaments. അപ്പോൾ ഈ ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ മുകളിലായിട്ടാണ് 1 subunit of troponin മാസ്ക് ചെയ്യുന്നത്. It masks on the active binding sites on the actin filaments for myosin. ഈ താഴെ കാണുന്നതാണ് what
ഈ താഴെയുള്ള പിക്ചർ കാണുന്നില്ല, an actin filament. മുകളിലുള്ളത് ആക്റ്റിൻ ആണെങ്കിൽ താഴെ കാണുന്നത് മയോസിൻ മോണോമർ ആണ്. ഈ മയോസിൻ മോണോമറിന് രണ്ട് ഹെഡ് വരുന്നുണ്ട്. ഹെഡ് പോർഷനിൽ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. അപ്പോൾ ATP ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് താഴത്തെ ഇതാണ് ATP ബൈൻഡിങ് സൈറ്റ്. ഈ മുകളിൽ കാണുന്നതാണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. ആക്റ്റിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ വന്ന് മയോസിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഈ സൈറ്റിലാണ്. അപ്പോൾ ട്രോപ്പോണിന്റെ ഒരു സബ് യൂണിറ്റ് ഇറ്റ് മാസ്ക് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്. ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ ഓഫ് ദ മയോസിൻ ഓൺ ദ ആക്റ്റിൻ ഫിലമെന്റ്. അപ്പോൾ ഇവിടെയാണ് വൺ സബ് യൂണിറ്റ് ഓഫ് troponin masks on this site on the resting state. Now next is the mechanism of muscle contraction. അപ്പോൾ നമ്മൾ contractile പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ പഠിച്ചു. അതിൽ വരുന്നതാണ് ആക്റ്റിനും മയോസിനും. അതിൽ നമ്മൾ പറഞ്ഞു, ഇത് ഒന്നുകൂടി കാണിക്കാം. ആക്റ്റിൻ മോളിക്യൂൾ, അതിന് രണ്ട് എഫാക്റ്റിൻ മോളിക്യൂൾസ് വരുന്നുണ്ട്. ദേ ആർ ഹെലിക്കലി ബൗണ്ട് ടു ഈച്ച് അതർ. അതുപോലെ തന്നെ ടു പ്രോട്ടീൻസ്, ദാറ്റ് ഈസ് ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ ആർ ഫൗണ്ട്. ട്രോപ്പോണിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ട്രോപ്പോമയോസിൻ ഇൻ റെഗുലർ ഇന്റർവെൽസ്. അതുപോലെ തന്നെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ട്രോപ്പോണിന്റെ വൺ സബ് യൂണിറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓൺ ദ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ മയോസിൻ. Resting state troponin what subunit it masks the active binding sites for myosin on the actin filaments. ഇവിടെ ഏറ്റവും കാണപ്പെടുന്നത്. ഇനി മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ മസിൽ കൺട്രാക്ഷന്റെ മെക്കാനിസം ഇറ്റ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. എന്താണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഫൈബർ takes place by sliding of thin filaments over thick filaments. അപ്പോൾ ഇവിടെ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത് തിൻ ഫിലമെന്റ്സ് തിക്ക് ഫിലമെന്റ്സിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്യുമ്പോഴാണെന്നാ പറയുന്നത്. അപ്പോൾ ഈ മസിൽ കൺട്രാക്ഷൻ നടക്കാൻ ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റഡ് ബൈ ഇതിന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് റിസീവ് എ സിഗ്നൽ. അതായത് എ സിഗ്നൽ ഇറ്റ് ഈസ് സെൻഡ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും മോട്ടോർ ന്യൂറോൺ വഴി മസിലിലേക്ക് സിഗ്നൽ എത്തണം. എങ്കിൽ മാത്രമേ മസിൽ കൺട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. സോ ദ മസിൽ കൺട്രാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സിഗ്നൽ വിച്ച് ഈസ് സെൻഡ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ എ മോട്ടോർ ന്യൂറോൺ. എന്നിട്ടോ ദ മോട്ടോർ ന്യൂറോൺ along with the muscle fibers connected to it constitute a motor unit. അപ്പോൾ മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യും? അത് മസിൽ ഫൈബേഴ്സിനായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്. എന്നിട്ടാണല്ലോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നൽ മസിൽ ഫൈബറിലേക്ക് കൊടുക്കുന്നത്. സോ ഈ മോട്ടോർ ന്യൂറോൺ മസിൽ ഫൈബറിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട്? എ മോട്ടോർ യൂണിറ്റ്. നൗ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ. എന്താണ് സാർക്കോലെമ്മ? മസിൽ ഫൈബറിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ് സാർക്കോലെമ്മ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ദർ ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ മോട്ടോർ ന്യൂറോൺ ആൻഡ് സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ. ആ ജംഗ്ഷൻ പറയുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ്. അതായത് മോട്ടോർ ന്യൂറോൺ മസിൽ ഫൈബറിന്റെ സാർക്കോലെമ്മയായിട്ട് ജോയിൻ ചെയ്യുന്നതിന്റെ ബിറ്റ്വീൻ ഒരു ജംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ജംഗ്ഷൻ ഈസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. എ ന്യൂറൽ സിഗ്നൽ, അപ്പോൾ അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും മോട്ടോർ ന്യൂറോൺ വഴി പാസ് ചെയ്യുന്ന സിഗ്നല് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് റിലീസസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിന്റെ എക്സാമ്പിൾ ആണ് അസിറ്റൈൽ കോളിൻ. അസിറ്റൈൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇറ്റ് ഈസ് റിലീസ്ഡ് ടു ദിസ് ജംഗ്ഷൻ. മോട്ടോർ ന്യൂറോൺ വഴി പാസ് ചെയ്യുന്ന സിഗ്നല് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിൾ അസിറ്റൈൽ കോളിൻ. ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ഈ അസിറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? an action potential in the sarcolemma. അപ്പോഴാണ് സാർക്കോലെമ്മ മസിൽ ഫൈബറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിന് ഇറ്റ് ജനറേറ്റ് ചെയ്യും എന്ത്?
ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, കൺട്രാക്ഷൻ നടക്കാനുള്ളതിന് മുന്നോടിയായിട്ടുള്ള ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ within the sarcolemma of the muscle fiber. So this is the picture of the ഇതിൽ വരുന്ന അടുത്ത പ്രോസസ്സുകളാണ്. ഓക്കെ, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. സോ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ സാർക്കോലെമ്മയിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനിഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞു. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദ മസിൽ ഫൈബർ. സാർക്കോലെമ്മയിൽ നിന്നും മസിൽ ഫൈബറിലോട്ട് അത് സ്പ്രെഡ് ചെയ്യും ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. എന്നിട്ട് ഇറ്റ് മേ കോസ് ദ റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഓൺ ടു ദ സാർക്കോപ്ലാസം. അപ്പൊ എവിടെയാണ് കാൽഷ്യം അയോൺസ് ഉള്ളത്? അതും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം, അതായത് മസിൽ ഫൈബറിലുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ് എന്ത്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. അതിൽ നിന്നും കാൽഷ്യം അയോൺസ് they are released into the sarcoplasm. ഏതിന്റെ ഭാഗമായിട്ടാണ്? As a result of initiation of action potential. So increase in the calcium level. Calcium level sarcoplasmയിൽ ഇപ്പോൾ increased ആയിട്ട് കാണുന്നത്. So increase in this calcium level, it leads to what? Binding of calcium with a subunit of troponin. അപ്പോൾ ഈ കാൽഷ്യം എന്ത് ചെയ്യും? ഒരുപാട് ഇൻക്രീസ്ഡ് ആകുമ്പോൾ ഇറ്റ് ബൈൻഡ്സ് ടു ദ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ട്രോപ്പോണിൻ ട്രോപ്പോമയോസിന്റെ മുകളിൽ കാണുന്നതാണ്. അപ്പൊ ഈ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് ബൈൻഡ്സ് വിത്ത് ദ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ ഓൺ ദ ആക്റ്റിൻ ഫിലമെന്റ്സ്, thereby remove the masking of active sites for myosin. അപ്പോൾ ഓൾറെഡി റെസ്റ്റിംഗ് സ്റ്റേജിലാണ് ട്രോപ്പോണിൻ മയോസിന്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സിലുള്ളത്. അപ്പോൾ ഈ കാൽഷ്യം വന്ന് ട്രോപ്പോണിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ട്രോപ്പോണിൻ എന്ത് ചെയ്യും? ഇറ്റ് റിമൂവ് ദ മാസ്കിങ് ആക്റ്റീവ്, അതായത് മയോസിന്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന ട്രോപ്പോണിൻ അവിടുന്ന് നീങ്ങും. റെസ്റ്റിംഗ് സ്റ്റേജിലാണ് ട്രോപ്പോണിൻ മയോസിന്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റിൽ ഇരിക്കുന്നത്. കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ട്രോപ്പോണിൻ എന്ത് ചെയ്യുന്നറിയോ? ട്രോപ്പോണിൻ ആ ആക്റ്റീവ് സൈറ്റിനെ മാസ്ക് ചെയ്തിരിക്കുന്നത് റിമൂവ് ചെയ്യും. ഓക്കെ, യൂട്ടിലൈസിംഗ് ദ എനർജി ഫ്രം ദ ATP ഹൈഡ്രോലൈസിസ്. അപ്പോൾ ഇതേ സമയം തന്നെ അവിടെ ATP ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എനർജി റിലീസ് ചെയ്യും. ATP ബ്രേക്കിംഗ് നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഈ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ദ മയോസിൻ ഹെഡിന് ഇപ്പൊ ഫ്രീ ആണ്, ട്രോപ്പോണിൻ ഇല്ല. Now this myosin head binds to the exposed active sites on the actin to form a cross bridge. ഇപ്പോ ഈ മയോസിൻ ഹെഡ് ഫ്രീ ആയി, അതിന്റെ തലയിൽ എന്തില്ല? ട്രോപ്പോണിൻ ഇല്ല. Now it binds to the exposed active sites on actin. ഇപ്പോ ഈ മയോസിൻ വന്നിട്ട് ഈ മയോസിൻ എന്താണ്? തിക് ബാൻഡ് ആണല്ലോ. മയോസിൻ പ്രസന്റ് ഇൻ തിക് ബാൻഡ്, തിക് ഫിലമെന്റിലാണ് മയോസിൻ ഉള്ളത്. ഇറ്റ് നൗ ബൈൻഡ്സ് ടു ദ എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദ ആക്റ്റിൻ. ആക്റ്റിന്റെ ആക്റ്റീവ് സൈറ്റ്സിൽ വന്ന് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. പിക്ചർ കാണുക. ഇതാണ് മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റ് ATP ഹൈഡ്രോളിസിസ് വഴി now it is bind to the active filament, actin filament ആയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ദിസ് വൺ ഈസ് ക്രോസ് ബ്രിഡ്ജ്. ഇത് മയോസിൻ ഹെഡ് ആണ്, അതുമ്മ ആക്റ്റിൻ വന്ന് ബൈൻഡ് ചെയ്യും. കണ്ടോ? ആൻഡ് ഫോർമേഷൻ ഓഫ് എ ക്രോസ് ബ്രിഡ്ജ്. ഓക്കെ, ദിസ് പുൾസ് ദ, അപ്പോൾ ഇത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് പുൾസ് അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെന്റ്സ് towards the center of the A band. അപ്പൊ ഈ സമയം A band എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മ വേണം. A band എന്ന് പറയുന്നത് തിക് ബാൻഡിന്റെ സെന്ററിലുള്ള ഭാഗമാണ്. ഈ ആക്റ്റിൻ ഫിലമെന്റ്സ് എന്ത് ചെയ്യും? ഈ മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ദിസ് പുൾസ് അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെന്റ് ടുവേർഡ്സ് സെന്റർ. സെന്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള ആക്റ്റിൻ ഫിലമെന്റ്സ് ദേ പുൾ ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ A band. So the Z line attached to this actins. അപ്പോൾ ഓൾറെഡി ആക്ടിൻസിന് എന്തുണ്ട്? Z line ഉണ്ട്. ഈ Z lines ഉണ്ടല്ലോ attached to this actins, they are also pulled inwards. അവരും സെന്ററിലോട്ട് പുൾ ആവും.
thereby causing what